ഓക്കെ, അത്രയേ ഉള്ളൂ. എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്? എന്താണ് റിപ്പബ്ലിക് ഡേ? പറയൂ. ഇന്ത്യയുടെ ജനനദിനം. ഓക്കെ, ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. രാജ്യമൊട്ടാകെ ഇന്ന് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ്. ഇങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ചില ചോദ്യങ്ങളുമായിട്ട് ചില ആളുകളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കാം. ഒരു 3 ചോദ്യം, ഒരു 3 ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 3 ചോദ്യം ചോദിക്കും. ആ 3 ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്. 4മതൊരു ചോദ്യത്തിന് കൂടി ക്ലിയർ ആയിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഈ ഒരു വലിയ ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. ചോദ്യം ഇതാണ്: രാജ്യം ഇന്ന് എത്രാമത്തെ റിപ്പബ്ലിക്കാണ് ആഘോഷിക്കുന്നത്? അറിയില്ല. 2മത്തെ ചോദ്യം ഇതാണ്: എന്താണ് ഈ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതില്ല. ഉറക്കെ പറഞ്ഞോളൂ. അല്ല, എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ്, നമ്മുടെ ഈ ഒരു റിപ്പബ്ലിക് ആയി എന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ആരായിരുന്നു? ഒരു 3 ചോദ്യം. അറിയില്ല. ഓക്കെ, താങ്ക് യു. പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഓട്ടോക്കാരൻ ഇരിക്കുന്നുണ്ട്. ചേട്ടാ പോകരുത്, ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ ഒരു 3 ചോദ്യം. അപ്പോൾ പറയൂ, എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയാൻ എനിക്കറിയില്ല. എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന് പറയാം? പെട്ടെന്ന് ഓർമ്മ കിട്ടണില്ല ഒന്നും. എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് എന്ന് പറയാം? അത് ഓർമ്മ കിട്ടും. ഓക്കെ, എനിവേ താങ്ക് യു. പേരെന്തായിരുന്നു? ചേട്ടൻ്റെ പേരെന്തായിരുന്നു? സലീം. ഓക്കെ, താങ്ക് യു. ആൻസർ പറഞ്ഞ. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലാം. അപ്പോൾ വരും. നമ്മൾ രാജ്യം മൊത്തത്തിൽ ഇന്ന് ആഘോഷിക്കുകയാണ്, റിപ്പബ്ലിക് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചിലത് ചോദിക്കേണ്ടതുണ്ട്, കുറച്ചുകൂടി അടുത്തേക്ക് ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. അതായത് ഇന്ന് റിപ്പബ്ലിക് ഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് ഈ റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 3 ചോദ്യം ചോദിക്കുകയാണ്. ആ 3 ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഈ സമ്മാനം, 4മത്തെ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് തരുന്നതാണ്. ഓക്കെ, ചോദ്യം ഇതാണ്: ഇന്ന് രാജ്യം എത്രാമത്തെ റിപ്പബ്ലിക്കാണ് ആഘോഷിക്കുന്നത്? 76. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ്? റിപ്പബ്ലിക് ആയത് 1950 മാസം ജനുവരി 26. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്: നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയി എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അല്ല, തെറ്റുത്തരമാണ്. ഇനി അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം കൂടി ഇതാ, അവസാനത്തെ ചോദ്യമാണ്: ആരാണ് ആദ്യത്തെ രാഷ്ട്രപതി? നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷമുള്ള ആദ്യത്തെ രാഷ്ട്രപതി നെഹ്റു. അല്ല, നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു അത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അവിടെ നമ്മുടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ചേട്ടനോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് എത്രാമത്തെ റിപ്പബ്ലിക്കാണ് ആഘോഷിക്കുന്നത് എന്നുള്ളത് അവിടെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, എങ്കിലും എൻ്റെ ചോദ്യം ഇതാണ്: ആരാണ് ഈ ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? അറിയില്ല. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം, തീയതി, മാസം? അറിയില്ല. എന്താ ചെയ്യുന്നത്? ജോലി എന്താ ചെയ്യുന്നത്? ഞാൻ നാച്ചുറൽ സ്റ്റോണിൻ്റെ വർക്ക്. ഓക്കെ, എനിവേ താങ്ക് യു. ഓക്കെ, ഇനി സ്റ്റാൻഡിലേക്ക് പോകാം. ന്യൂസ് ചാനലിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ മഞ്ചേരിയിലെ ന്യൂസ് ചാനലിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒന്ന് പറയാമോ? റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു 3 ചോദ്യം ചോദിക്കും. ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ 3 ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഈ ഒരു സമ്മാനം, 4മത്തെ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഈ ഒരു സമ്മാനം തരുന്നതാണ്. എത്രാമത്തെ റിപ്പബ്ലിക്കാണ്, അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് ഇന്ന് എത്ര വർഷമായി എന്നുള്ളത് ഒന്ന് പറയാം. ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു 60 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് 63 അല്ല. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യ റിപ്പബ്ലിക് ആയി എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു ഇന്ത്യയിൽ? ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യം. ഇത് സിമ്പിളായിരിക്കും, എന്തായാലും ഉത്തരം പറയാൻ കിട്ടും. കാരണം ഇന്ത്യ റിപ്പബ്ലിക്കായ ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം, മാസം, തീയതി. വർഷം ഓർമ്മല്ല, മാസവും തീയതിയും പറഞ്ഞു. ജനുവരി 26. 1950 റിപ്പബ്ലിക് ആയത്. അതേപോലെ തന്നെ പ്രഖ്യാപിച്ചത് സി രാജഗോപാലാചാരിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ടാറ്റ. വരും. ഇതാണ് ഇവിടെ ഒരു ഫാമിലി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒന്ന് പറയാമോ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഒന്ന് പറയോ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, ഇന്ന് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറയാമോ?
എന്താണ് ഈ റിപ്പബ്ലിക് ഡേ? ഇന്ത്യ റിപ്പബ്ലിക് ആയുടെ ഇന്ത്യ റിപ്പബ്ലിക് എന്താണ് ഈ റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസമല്ലേ? സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1947 അർദ്ധരാത്രി ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ മുട്ടായി സമ്മാനം പറയുന്നവർക്ക് കൊടുക്കാറല്ലേ? ഓക്കെ, റെഡി. ഓക്കെ ഏട്ടാ, ഞങ്ങൾ ഇവിടുന്ന് മഞ്ചേരി ന്യൂസ് ചാനലിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയുമായിട്ട് മുൻനിർത്തി ഇറങ്ങിയതാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒന്ന് പറയാം. റിപ്പബ്ലിക് ഡേ. അതായത് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പം ചേട്ടൻ കറക്റ്റ് ഉത്തരം പറയുകയാണെങ്കിൽ തരാനുള്ള സമ്മാനമാണിത്. അപ്പം എത്രാമത്തെ വർഷം, അതായത് ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് ഇന്നേക്ക് എത്ര വർഷമായി ഒന്ന് പറയാമോ? അവർ പേപ്പറോട് നോക്കിയിട്ടില്ല. ഓക്കെ എന്നാ മറ്റൊരു ചോദ്യം, ചെറിയൊരു ചോദ്യം. അതായത് എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്? 1947. അത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയത് 1947. എന്നാ അത് പോട്ടെ, ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്ത്? നെഹ്റു. അല്ല, നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നു. ഓക്കെ, രാഷ്ട്രപതിയാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, താങ്ക് യു. എന്തായാലും പങ്കെടുത്തതിൽ സന്തോഷം. ഓക്കെ, ശരി. ചേട്ടാ, നമ്മൾ ഒരു ന്യൂസ് ചാനലിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയെ മുൻനിർത്തി ഇറങ്ങിയിട്ടുള്ളതാണ്. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാം? ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങൾ ചോദിക്കും. കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സമ്മാനം ചേർന്നുള്ളതാണ്. ഓക്കെ, എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്? റിപ്പബ്ലിക് ആയത് എന്നാണ് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അറിയില്ല. ഇന്ത്യ റിപ്പബ്ലിക് ആയ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? പിന്നെ ഇയാളായിരുന്നു എന്താണ് ഒരു പേര് പറയാ, എന്തോ ഒരു പേരുണ്ട്, കിട്ടിയില്ല. ഓക്കെ, എന്നാൽ ഇനി മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയി എന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു എന്നുള്ളത്? അംബേദ്കർ. അല്ല, അംബേദ്കർ അതിൻ്റെ ഒരു ചെയർമാനായിരുന്നു. അതായത് ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു അംബേദ്കർ. അപ്പോൾ താങ്ക് യു, പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. പേരെന്തായിരുന്നു? അമീർ. എന്ത് ചെയ്യുന്നു? ജോലി എന്ത് ചെയ്യുന്നു? ഞാൻ ഓർഡർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇവിടെ ഒരു കുറേ ആളുകൾ, കുറേ കുട്ടികളൊക്കെ കൂട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടികളുടെ അടുത്തുനിന്ന് പോയി ചോദിച്ചു നോക്കാം. ഓക്കെ, അത് അവിടെ ചോദ്യം ഇപ്പം തന്നെ ചോദിച്ചു തുടങ്ങിയില്ലേ? നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയെ മുൻനിർത്തിയിട്ട് ഇറങ്ങിയാണ്. നമ്മൾ കുട്ടികളോട് അവിടെ ചോദിക്കുന്നത്. നിങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നില്ലേ? ഇല്ലേ? എത്രാം ക്ലാസ്സിലാണ്? 5. 4. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? റിപ്പബ്ലിക് ഡേ. വളരെ സന്തോഷം. അപ്പോൾ ഈ റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 3 ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഈ ഫുൾ മുട്ടായി നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്? ജനുവരി 26. കൺഗ്രാജുലേഷൻ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഓക്കെ, എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഷുവറായിട്ട് ഞാൻ ഈ സമ്മാനം തന്നിരിക്കും. എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? എന്താ റിപ്പബ്ലിക്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. സ്വാതന്ത്ര്യം ദിവസമാണോ? അല്ല, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം സ്വാതന്ത്ര്യ ദിനം എന്നല്ലേ പറയാ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഏതാ സ്കൂള്? GMUPS ഇരുമ്പുഴി. എല്ലാവരും ഇരുമ്പുഴി തന്നെയാണ്. ഞാൻ GUPS മതി. ഓക്കെ, GUPS. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇവിടെ ചായ കുടിച്ചിട്ടൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടൻ തിരക്കിലാണോ? ഓക്കെ, എന്നാ ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചോടെ? ഓക്കെ, ഇത് ഒരു സമ്മാനമുണ്ട്. അതായത് കറക്റ്റ് ആൻസർ പറഞ്ഞ സമ്മാനമുണ്ട്. അതായത് ഇന്ത്യ ഇന്ന് ആഘോഷിക്കുന്ന ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതെന്ന് പറഞ്ഞു. ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ത്യ ഇന്ന് ആഘോഷിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് സ്വാതന്ത്ര്യമല്ല, റിപ്പബ്ലിക് ഡേ ആണ്. ഓക്കെ, ഒരു 3 ചോദ്യം കേട്ടോ. ആ 3 ചോദ്യം ചോദിച്ചാൽ അതിന് ആൻസർ പറഞ്ഞ സമ്മാനം. ഓക്കെ, എത്രയേ ഉള്ളൂ. എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്? ഓക്കെ, അല്ല, 1950 ജനുവരി 26. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി? ഓക്കെ ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം,
ഏറ്റവും സിമ്പിൾ ചോദ്യമാണ്, ഇന്നേക്ക് എത്ര വർഷമായി ഇന്ത്യ റിപ്പബ്ലിക്? 76 ഓക്കെ, കറക്റ്റ്. എന്തായാലും 3 ചോദ്യത്തിന് ആൻസർ പറയാത്തതിന് സമ്മാനം തരാൻ നിർവാഹമല്ല. എങ്കിലും താങ്ക് യു പങ്കെടുത്തില്ല. ഓക്കെ, താങ്ക് യു. ഒരു വല്യമ്മ ഇരിക്കുന്നുണ്ട്. വല്യമ്മ ഓരോ ആൻസർ പറഞ്ഞാൽ നമ്മൾ സമ്മാനം കൊടുത്തിരിക്കും. ഓക്കെ. വല്യമ്മയുടെ പേരെന്താ? ലക്ഷ്മി ലക്ഷ്മി. ലക്ഷ്മി രശ്മി. ലക്ഷ്മി നാട് എവിടെ? നായുടെ ചെടും മൈതാനം. ഓക്കെ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? പരിചയമില്ല. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ലക്ഷ്മി കറക്റ്റ് കറക്റ്റ്. എന്താണ് പ്രത്യേകത? എന്താ? നമ്മുടെ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് അറിയോ? മാതിരി ആരായിരുന്നു? ഭർത്താവ്. ഓക്കെ. എന്തായാലും നമ്മൾ ഈ അമ്മമ്മയ്ക്ക് നമ്മളെ വക ഒരു ചെറിയൊരു മിഠായി ഇതാണ്. എന്തായാലും നമ്മളോട് സഹകരിച്ചൊരു മിഠായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, മാരോട് നമ്മൾ ഈ കാര്യം ചോദിക്കാൻ പോവാണ്. ഓക്കെ, വരും. ഇന്നത്തെ ദിവസത്തിനെ മുൻനിർത്തി ചെറിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെങ്കിലും പറയാം? റിപ്പബ്ലിക് ആണല്ലോ. ഓക്കെ, 3 ചോദ്യം. 3 ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ നമ്മൾ സമ്മാനം, ഇതാണ് സമ്മാനം. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്, ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് ഇന്നേക്ക് എത്ര വർഷം? 76. മിക്കവാറും സമ്മാനം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. ഓക്കെ, ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം, മാസം, തീയതി ആരെങ്കിലും 3 പേരിൽ ആർക്കും പറയാം. ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം, മാസം, തീയതി. ജനുവരി 26. വർഷം അല്ല, 47 സ്വാതന്ത്ര്യം നേടിയത്. അതിനുശേഷമാണ് റിപ്പബ്ലിക് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി 3ാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്ത് ആരായിരുന്നു നമ്മുടെ രാഷ്ട്രപതി? സർദാർ വല്ലഭായ് പട്ടേൽ. അല്ല, ഇനി അടുത്ത ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും അവസാനത്തെ, എന്താണ് ഈ റിപ്പബ്ലിക് എന്ന് പറഞ്ഞത്? സത്യത്തിൽ എന്താണ് റിപ്പബ്ലിക്? വിദേശികൾ ഇന്ത്യ വിട്ടുപോയ അത് നമ്മൾ ചിന്താ സമരത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യ സമരമൊക്കെ നടന്നിട്ടാണ് അത് പോയത്. പക്ഷേ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? സ്വാതന്ത്ര്യം ആഗസ്റ്റ് 15 കിട്ടിയെങ്കിലും അത് നിലവിൽ വന്നത് 26-ാം തീയതിയാണ്. ശരിക്കും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചാൽ എന്താണ് ശരിക്കും റിപ്പബ്ലിക്? അതായത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാമോ? റിപ്പബ്ലിക് ഡേ എന്നാണ്? അതായത് ഈ റിപ്പബ്ലിക് ഡേ മുൻനിർത്തി ഒരു 3 ചോദ്യം ചോദിക്കും. കറക്റ്റ് ആൻസർ പറഞ്ഞ സമ്മാനം. എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്? 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. അതിനുശേഷമാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഓക്കെ, എന്നാ പോട്ടെ. അടുത്ത ചോദ്യം, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. രാഷ്ട്രപതി ഈ അല്ലല്ല, APJ അബ്ദുൽ കലാം ഈ അടുത്ത്. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം ഇതാണ്, എന്താണ് ശരിക്കും റിപ്പബ്ലിക്? അറിയില്ല. ഓക്കെ, എന്താ പേരെന്തായിരുന്നു? കൃപ. അപ്പോൾ നമ്മളിപ്പോൾ മുള്ളമ്പാറ LP സ്കൂളിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഇവിടെയുള്ള കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ എന്തൊരു പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് ഒരു മാഷ് കുറച്ചധികം കുട്ടികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് വേഗത്തിൽ വന്നോളൂ. വേഗത്തിൽ. ഓക്കെ, നമ്മൾ ഇപ്പോൾ മുള്ളമ്പാറ LP സ്കൂളിൻ്റെ തൊട്ട് മുമ്പിലാണുള്ളത്. ഹലോ സാർ, ഞങ്ങൾ ഇവിടെ 123 ന്യൂസിൻ്റെ ഭാഗമായിട്ട് സാറ് ഒരു തവണ നമ്മളെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചോദ്യങ്ങൾ കുട്ടികളോട് 1-2 ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ കറക്റ്റ് പറയുമോ ഇല്ല എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സാറിൻ്റെ പേരൊന്ന് പറയും. വിഷ്ണു. ഇവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സാറേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? റിപ്പബ്ലിക് ഡേ. ഓക്കെ, റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ മക്കളോട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചോടെ. അത് കറക്റ്റ് ആൻസർ അവർ ആ കൂട്ടത്തിൽ ആര് പറയുകയാണെങ്കിലും നമുക്ക് ചെറിയൊരു സമ്മാനം, ഒരു മിഠായി എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു മധുരം നുണയാന്നുള്ള ഒരു ചിന്താഗതിയിലാണ്. ഓക്കെ, മക്കളെ, ഇത് 123 ന്യൂസ് എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രാക്ടീസിലായിരുന്നു. ഓക്കെ. അപ്പോൾ പ്രാക്ടീസിൻ്റെ ഇടയിൽ ചെറിയ ചോദ്യം ചോദിച്ചോടെ. 2 ചോദ്യങ്ങളാണ് ചോദിക്കുക. 2 ചോദ്യത്തിന് കറക്റ്റ് ആൻസർ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സമ്മാനം തരും. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിനല്ല കേട്ടോ സമ്മാനം, ഈ ചോദ്യം കഴിഞ്ഞതിന് ശേഷം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? എന്താണ്? റിപ്പബ്ലിക് ഡേ. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു ചോദ്യം
എന്നാണ് ഈ കൂട്ടത്തിൽ ആര് പറഞ്ഞാലും ഉത്തരം അറിയുന്നവർ കൈ പൊക്കിയാൽ മതി, വിളിച്ച് പറയരുത് കേട്ടോ, പെട്ടെന്ന് വിളിച്ച് പറയരുത്, കൈ പൊക്കിയാൽ മതി. എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്? അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയത് അറിയുന്നവർ കൈ പൊക്കുക. ഓക്കെ, ഫസ്റ്റ് കൈ പൊക്കിയത് ആരായിരുന്നു? സാറ് കണ്ടോ? അതെയോ, ഇയാളായിരുന്നു പൊക്കിയിരുന്നത് ഫസ്റ്റ്. ഓക്കെ, ഒന്ന് ചോദിച്ചു നോക്കാം, എന്നാ ഇന്ത്യ റിപ്പബ്ലിക് ആയത്? 1950 ജനുവരി 26. എത്ര കറക്റ്റായിട്ടാണ് പറയുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ഒരു 10-20 ആൾക്കാരെ കണ്ടു. അവർ ചെറിയ കുട്ടികൾ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ പഠിച്ച് വയ്ക്കുന്നുണ്ടെന്നുള്ള ഇതൊന്നും മറന്നു പോകരുത്. ഓക്കെ, പേരെന്തായിരുന്നു? മുഹമ്മദ് ഫർഹാൻ. മുഹമ്മദ് ഫർഹാനാണ് ഉത്തരമുള്ളത്. മുഹമ്മദ് ഫർഹാൻ ചെറിയൊരു മിഠായി സമ്മാനമായിട്ട് തരാം കേട്ടോ. ഓക്കെ, ഒരു നല്ലൊരു കൈയടി കൊടുക്കും. ഓക്കെ, എന്താണ് ഈ റിപ്പബ്ലിക് ഡേ? അതാരെങ്കിലും അറിയുന്നവരൊന്ന് കൈപ്പൊക്കി. എന്താ റിപ്പബ്ലിക് ഡേ എന്ന് അറിയുന്നവർ? ഓക്കെ, ഇങ്ങോട്ട് പറയും. ജനുവരി എന്താണ് റിപ്പബ്ലിക് ഡേ? ഇന്ത്യയുടെ അത് സ്വാതന്ത്ര്യ ദിനം. എന്താണ് റിപ്പബ്ലിക് ഡേ? പറയൂ. ഇന്ത്യയുടെ ജനനദിനം. ഇന്ത്യയുടെ ജനനദിനം. അങ്ങനെ ഒരു ദിനമുണ്ട് പക്ഷേ ഇന്ത്യയുടെ ജനനദിനം എന്നാണ്. പറയൂ. നമ്മളുടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറേ ഭരണങ്ങളൊക്കെ നടന്നിട്ടില്ലാണ് റിപ്പബ്ലിക് ഡേ. അങ്ങനെ വരുന്ന ഏകദേശം കറക്റ്റ് എന്ന് പറയാമോ? വേറെ ആരെങ്കിലും പറയൂ. ഓക്കെ, ആ ചോദ്യം പോട്ടെ. എൻ്റെ ചോദ്യം ഇതാണ്, വേറെ ചോദ്യം ചോദിക്കാം. ഓക്കെ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയല്ലോ. സ്വാതന്ത്ര്യം നേടിയ സമയത്ത് പെട്ടെന്ന് കൈപ്പൊക്കണം കേട്ടോ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? പറയൂ. ഇയാളാകെ എന്തിനും ഏതിനും APJ അബ്ദുൽ കലാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പറയൂ. ജവഹർലാൽ നെഹ്റു. കള്ള, ഒരു സമ്മാനം മതി. ഓക്കെ, താങ്കൾ ഇനി ഉത്തരം പറയണ്ട. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനകത്ത് നമ്മുടെ സംസ്ഥാനം ഉണ്ടല്ലോ, കേരളം. ഓക്കെ, എന്നാണ് കേരള പിറവി? കൈപ്പൊക്കൂ. നവംബർ 1. കേട്ടില്ല? നവംബർ 1. കുറച്ചുകൂടി ഉറക്കെ. നവംബർ 1. നവംബർ 1. ഇത് കൊടുക്കാല്ലേ, സമ്മാനം കൊടുക്കാല്ലേ? ഓക്കെ, അപ്പം എന്തായിരുന്നു പേരെന്തായിരുന്നു? ജ്യോതി കെ. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ്? 4. അപ്പോൾ മുള്ളമ്പാറ LPS അല്ലേ വിദ്യാലയത്തിൻ്റെ പേര് അതല്ലേ? ഓക്കെ, ഒന്ന് എണീറ്റ് നിൽക്കൂ, ക്യാമറയിൽ ഒന്ന് കാണട്ടെ. ഓക്കെ, ജ്യോതി കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജ്യോതിക്ക് നല്ലൊരു കയ്യടി കൊടുക്കും. ഓക്കെ, റെഡി. അപ്പോൾ മാഷേ ഒന്ന് വരൂ. എന്താണ് ഇവിടെ ഈ ഒരു ഞായറാഴ്ച ഒരു റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് എന്താണ് കൂടിച്ചേർന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ കൂടിച്ചേർന്നതെന്ന് പറഞ്ഞേ? നാടകത്തിൻ്റെ പ്രാക്ടീസിനാണ്. ഓക്കെ, സാർ ഒന്ന് അങ്ങോട്ട് നിൽക്കുക അവരുടെ കൂട്ടത്തേക്ക്. എന്താണ് പരിപാടി? ഇത്രയും ഒരുപാട് കുട്ടികൾ കാണുന്നു. നാടകം, ഒരു മെഗാ നാടകം അന്ന് നമ്മുടെ ചാനലിൽ ന്യൂസായിട്ട് നൽകിയിരുന്നു. ആ മെഗാ നാടകത്തിൻ്റെ റിഹേഴ്സൽ ഇത്രയധികം കുട്ടികളുണ്ട്. ഓക്കെ, എത്ര മുഴുവൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലെ കുട്ടികളും ഉണ്ട്. ഒരുപാട് കുട്ടികളുണ്ട്. ഇനിയിപ്പോൾ അവനവൻ്റെ റോള് കഴിഞ്ഞ് പറഞ്ഞു വിട്ടതാണ്. ഓക്കെ, ഇന്ന് ഈ ഒഴിവ് ദിവസമായിട്ട് ഇവരൊക്കെ വരാൻ സമ്മതിച്ചോ? അതായത് എല്ലാവരും കല്യാണം പരിപാടികളും കാര്യങ്ങളൊക്കെ ആയി നടക്കുന്ന സമയത്ത് അല്ല, കുട്ടികൾക്ക് താല്പര്യമാണ് നാടകം. നിങ്ങൾ താല്പര്യമാണോ? മാഷ് നിർബന്ധിച്ച് പേടിപ്പിച്ച് കൊണ്ടുവന്നാണോ? ഓക്കെ, എന്നാണ് നാടകം? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ മുൻനിർത്തിയിട്ടുള്ള ചോദ്യമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഒന്ന് പറയാമോ? ഇന്ത്യയുടെ റിപ്പബ്ലിക്കായിട്ട് 75ാമത്തെ. കറക്റ്റ്. നല്ല ക്ലിയർ അല്ലേ? ക്ലാരിറ്റി കിട്ടുന്നില്ല. സാറിന്റെ പേരെന്തായിരുന്നു? പ്രജിത്ത്. ഞാൻ ചോദിക്കാൻ വിചാരിച്ച 2 ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇന്ത്യ റിപ്പബ്ലിക്കായ സമ്മാനം ഇപ്പം തരുന്നതാണ്. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായ വർഷം, മാസം, തീയതി? 1950 ജനുവരി 26. കറക്റ്റ്. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് അല്ല ഒരേ ഒരു ചോദ്യം കൂടി, 3 ചോദ്യമുള്ളൂ. ഈ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ആ സമയം? ആലോചിച്ച് പറഞ്ഞത് കറക്റ്റാണ്. അക്ഷരത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഡോക്ടർ രാജാ സാഹിബ് അനീസ്. രാജേന്ദ്ര. ഓക്കെ. അപ്പോൾ എന്തായാലും സമ്മാനം നമ്മൾ ഇവിടെ തന്നെ കൊടുത്തു പോവുകയാണ്. ഏകദേശം ഒരു 10-20 ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു. സമ്മാനം എന്തായാലും തരും. പക്ഷേ എൻ്റെ അവസാനത്തെ ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ശരിക്കും എന്താണ് ഈ റിപ്പബ്ലിക്? ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്നുള്ള ആവശ്യത്തിൽ നിന്നും ഡോക്ടർ BR അംബേദ്കറിൻ്റെ ശ്രമഫലമായി ഇന്ത്യ സ്വന്തമായി ഒരു
റിപ്പബ്ലിക് ഭരണഘടന എഴുതി തയ്യാറാക്കുകയും അത് നിയമസഭ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തമായി ഒരു ഭരണത്തിന് കീഴിൽ ഒരു നിയമത്തിന് കീഴിൽ വന്ന ദിവസം. വളരെ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പേര് ഒന്നുകൂടി പറയും. പ്രജിത്ത്. അപ്പോൾ പ്രജിത്ത് സാർ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. വളരെ സന്തോഷം. ഏകദേശം 10-20 ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് അവസാനം നമ്മൾ ഇതിന് കറക്റ്റ് ആരെങ്കിലും ഒന്ന് ആൻസർ പറയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നേരെ ഇങ്ങോട്ട് കയറിയത്. എന്തായാലും സമ്മാനം കൊടുത്ത് പോകണമല്ലോ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ പ്രജിത്ത് സാറിന് ഞങ്ങളുടെ ഈ ഒരു ചാനലിൻ്റെ വക ഒരു സമ്മാനം നൽകുന്നു. ഓക്കെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതായിട്ട് രണ്ടാമത്തെ സമ്മാനമാണ് കിട്ടുന്നത്. ഇന്നത്തെ രാവിലെ ഒരു ചോദ്യം ഒരാൾ ചോദിച്ച് ജസ്റ്റ് അതിന് ഉത്തരം കൊടുത്തപ്പോൾ 2 മിഠായി തന്നു. ഓക്കെ, ₹1 2 മിഠായി തന്നു. അപ്പോൾ നമ്മളെ സഹായിച്ച ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ കൂടെ സഹകരിച്ച് നിന്നതിനും ഓക്കെ, താങ്ക് യു. എനിവേ, അപ്പോൾ ഇന്നത്തെ പരിപാടി ഗംഭീരമായി. ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് സാറ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഭരണഘടനയ്ക്ക് കീഴിലുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റിപ്പബ്ലിക്കായ വർഷം, തീയതി, മാസം എന്നിവ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ കച്ചേരിപ്പടിയിലെ ഫയർ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മളിതാ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത ഒരു പരിപാടിയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.